ഒരു റോള് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യട്ടെ ശാന്തിയുടെ? പിന്നല്ലോ കണ്ടില്ല ഞാൻ മിസ്സാക്കിയ ഇത് വേണം തമ്മില്. ഇവന് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് എപ്പോഴും ഞങ്ങളെല്ലാം പൂരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവന്റെ ഈ സൈഡ് കണ്ടില്ല. ഐ മീൻ ആസ് ഫ്രണ്ട്സ് നമ്മൾ കാണും, പക്ഷെ ഇവന് അഭിനയിച്ചിട്ടില്ല. അപ്പൊ പക്ക ഹായ് തരം. നമുക്കിപ്പോ ഇപ്പൊ ആലോചിക്കുമ്പോഴും പേടിയല്ലല്ലോ ആ ഒരു ക്യാരക്ടറിനോട്. ഇത്രയും വർഷം പേടിയായിരുന്നു മോൺസ്റ്റർ. അതെ അതെ അതെ. അല്ല, കളിയങ്കാട് നീലിയോടുള്ള പേടിയും പോയി കിട്ടി. അതെ, ഇപ്പൊ എല്ലാവർക്കും കളിയങ്കാട്ട് നീലിയോട് ക്രഷാണ് ഇപ്പൊ. സിനിമയില് ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ മൂത്തോന്റെ കേൾക്കുന്നത്, പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആരാണ്. അപ്പൊ അതൊരു എലവേഷൻ മൊമെന്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് സോ നൈസ് ദാറ്റ് ഹി അഗ്രീഡ് ടു ഡു ദാറ്റ് ഫോർ ദ ഫിലിം. പുള്ളിയാണോ പറഞ്ഞ ഞാൻ ചെയ്യാമെന്ന് ലൈക്ക് ഹി ഓഫേർഡ് ടു ഡു ഇറ്റ്. അപ്പോൾ that was like as a team നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലും അപ്പുറമുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു അത്. ചാത്തന്മാരെ പറ്റി വരാത്ത റീലില്ല. എല്ലാവരും പഴയ മിത്തൊക്കെ എടുത്തിട്ട് 390 കണക്കൊക്കെ പറയുന്നുണ്ട്. അതെ, ഡീകോഡിങ് നടക്കുന്നു. 389 ഇനി നിങ്ങൾ കൊണ്ടുവരുമോ? നമുക്ക് പ്ലാൻ ഉണ്ട് ഇനി എന്താ. ഞാൻ അത്രയും കാസ്റ്റ് ചെയ്യും, അത് വേറെ കാര്യം. ഇത് അവരുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഇവരുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, ഇത് ആരോടെങ്കിലും പറയണല്ലോ, ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഉണ്ട്. ഞാൻ മറ്റേ ഇന്നസെന്റ് മറ്റേ ഇതുപോലെ പ്രേമചന്ദ്രന്റെ കൂടെ ഉള്ള ആണല്ല പെണ്ണാ കൺമൻ എവിടെയും പറഞ്ഞല്ലോ. ആലോചിച്ച് ഏതെങ്കിലും മുട്ടക്കുന്നിന്റെ മേളിൽ പോയിട്ട് ഇവരുണ്ട് അവരുണ്ട് ഞാൻ ഇത് പറയാതെ ഉള്ളിലൊതുക്കി എല്ലാരും ചോദിക്കും, ഇതില് അതുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നു. ഹായ്, ടീം ലോകയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ശാന്തി ബാലചന്ദ്രൻ, അരുൺ കുര്യൻ ആൻഡ് വിവേക് അനിരുദ്ധ്. വെൽക്കം. അപ്പൊ ലോകയുടെ വിശേഷത്തിലേക്ക് കടന്നാല്, ഇന്നിപ്പോ ഞാൻ വിനായകന് താങ്ക്സ് പറഞ്ഞൊരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, ലോക. അപ്പൊ വിനായകാണോ സജസ്റ്റ് ചെയ്തത്? പേര് കുറെ നാൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, മറ്റേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിനായക് ശശികുമാറാണ് ശോകമൂകമേ എന്ന പാട്ടിന് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വി വർ ഡിസ്കസിങ് ദിസ്, പേര് കിട്ടിയിട്ടില്ല പടത്തിൽ നിന്നുള്ള ഡിസ്കഷൻ വന്നപ്പോൾ he suggested Loka and somehow എല്ലാവർക്കും അത് ക്ലിക്കായി. and it was the perfect name കാരണം ഒരു ലോകം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണല്ലോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പം ഈ ലോക വേൾഡിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ഇപ്പം ഡ്രാമറ്റർജിയും അഡീഷണൽ സ്ക്രീൻ പ്ലേയും നൈജിലായിട്ടും കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടും ഒക്കെ നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാ? ഒരു ടീമാണെന്ന് എനിക്കറിയാം, കാരണം വിവേകേട്ടൻ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് നിങ്ങളുടെയൊക്കെ പേരുകൾ. എന്നാലും ഒരു ഫസ്റ്റ് ഞങ്ങളെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ഇടയിൽ എന്താ പറയുക, പ്രോബ്ലി ഏറ്റവും സീനിയർ മോസ്റ്റ് ഫിലിം മേക്കർ ഡൊമിനിക് ആയിരിക്കും. അപ്പം അരുൺ ചേട്ടൻ്റെ ഒരു പടം നടക്കണം എന്ന് ഞങ്ങളെല്ലാം അരുൺ ചേട്ടനെ പോലെ തന്നെ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓഫ് കോഴ്സ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും എന്താ പറയുക, 2021 തോന്നുന്നു അരുൺ ചേട്ടൻ ഇത് ഐഡിയ ആദ്യമായിട്ട് നമുക്ക് കൺവേ ചെയ്ത്. അപ്പോൾ അന്നൊരു ശാന്തിബിയും അതിൻ്റെ ഭാഗമായിരുന്നു ആസ് എ റൈറ്റർ അല്ലേ. അപ്പോൾ എന്താ പറയുക, ആ സമയം പോലെ എനിക്ക് ആസ് എൻ ആക്ടർ അരുൺ ചേട്ടൻ എന്ത് ചെയ്താലും അഭിനയിക്കണമെന്നുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് ഒരു ഡയറക്ടർ ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ എടുക്കുന്ന ഡിസിഷനാണ് ആരെ അഭിനയിക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഇല്ലായിരുന്നു, അവസാന നിമിഷമാണ് കയറി പറ്റിയത്. കാസ്റ്റിംഗ് ഡയറക്ടർ ആവാം എന്ന് ഡിസൈഡ് ചെയ്തു. ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടൊന്നല്ല, എന്റെ നമ്മുടെ ഫ്രണ്ടിന്റെ പടം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥ. അല്ല, ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് ഡൊമിനിക് തന്നെ പറഞ്ഞതാണോ? സത്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഏതോ ഒരു മൊമെന്റിൽ ഞാൻ വേറെ പടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ചർച്ചകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ശരി നീ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ. ഓക്കെ. മിസ്റ്റർ കുര്യൻ ആക്ച്വലി ആദ്യം നോബഡി ആയിട്ടായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. നമ്മള് അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജയ്ക്ക് വന്നപ്പോഴും നൈജിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് കുറച്ച് 2 ദിവസം മുമ്പ് എങ്ങാണ്ടുമാണ് നമ്മൾ കുര്യൻ്റെ അടുത്ത് പറയുന്നത് നൈജിലാണെന്ന്. അപ്പോൾ കുര്യന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയം എടുത്തു. കാരണം നോബഡിക്ക് ഒരു ഫുൾ ബാക്ക് സ്റ്റോറി ഹി ഹാഡ് ക്രിയേറ്റഡ് ഇൻ ഹിസ് മൈൻഡ്. നോബഡി ഇനി അടുത്ത പാട്ടിലൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ഹി ഹാഡ് ക്രിയേറ്റഡ് വൺ നാരറ്റീവ് ഫോർ നോബഡി. അപ്പോൾ പക്ഷേ ഇനി നൈജിൽ ചെയ്യണോ ഇനി അത് നോബഡി തന്നെ ആയാൽ മതിയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ ആസ് എൻ ആക്ടർ ഓഫ് കോഴ്സ് എനിക്ക് അഭിനയിക്കണമെന്നുണ്ടായിരുന്നു.
പിന്നെ എന്താ പറയാ, പിന്നെ അങ്ങനെ ദൈവം സഹായിച്ച് അങ്ങനെ കയറി പറ്റി. 404 ലോക്കറ്റ് ഒക്കെ ഉള്ള കോൺട്രിബ്യൂഷൻ. അതെന്താ ശാന്തി അങ്ങനെ ഒരു ഐഡിയ? അത് മറ്റേ എറർ 404 ഇല്ലേ, അപ്പോ നോട്ട് ഫോർ നൈജലിന്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, ഒരു റിലയബിൾ അല്ല, ആവശ്യമുള്ളപ്പോ നമ്മൾ കാണില്ല, മിസ്സിംഗ് ആണ്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും. ഓ, ആ മിസ്സിംഗിൽ നമ്മൾ പേടിച്ച പേടി ശരിക്കും പേടിച്ചു. അയ്യോ ഇയാളെ കൊണ്ടുപോയോ. DQ ഇത് ഇപ്പൊ V-FAR എടുത്തപ്പോ തന്നെ അതിന്റെ ഒരു സ്കെയില് മാറി, അല്ലെങ്കിൽ സിനിമ തന്നെ മാറി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് പുള്ളി ഒരു ക്യാമിയോയും കൂടെ വന്നു. എങ്ങനെയാ വി ആർ ഡൂയിങ് ദിസ് എന്ന് പറഞ്ഞത് DQ? അത് നിമിഷിന്റെ കൂടെ കൊത്ത ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നിമിഷ് ഈ പ്രോജക്റ്റിന്റെ കാര്യം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസസ് നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ റിസ്കി ആണെന്നുള്ള ഒരു ഒപ്പീനിയൻ ഉള്ളത് കാരണം ആരും ഓക്കെ ലെറ്റ്സ് ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിമിഷ് ഈ ജേർണി ഷെയർ ചെയ്യുമ്പോൾ ദുൽഖറാണ് അപ്പോൾ പറഞ്ഞത് വൈ ആർ യു നോട്ട് പിച്ചിങ് ടു മീ എന്ന് ചോദിച്ചത്. പിന്നെ ഡൊമിനിക് പോയി നരേറ്റ് ചെയ്തു. ഡൊമിനിക് ഭയങ്കര നല്ലൊരു നരേറ്ററാണ്. എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഹീ ഈസ് വെരി ഗുഡ് അറ്റ് പ്രസൻറ്റിങ് ദ സ്റ്റോറി ടു ആൻ ഓഡിയൻസ്. അപ്പോൾ ഐ തിങ്ക് ദുൽഖർ വാസ് കൺവിൻസ് ദാറ്റ് യുനോ ഇതിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇത് നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ബാക്ക് ചെയ്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഒരിക്കലും ടേക്ക് ഓഫ് ചെയ്യില്ല. കാരണം ഇതൊരു വേൾഡ് ബിൽഡിംഗ് ഉള്ളത് കാരണം അത് ക്രെഡിബിൾ ആയിട്ട് സ്ക്രീനിൽ വരണമെങ്കിൽ അതിന് അനുസരിച്ച് ബഡ്ജറ്റ് ചിലവാക്കണം. So we were lucky that he came on board. ക്യാമിയോ ചെയ്യുന്നതോ അത് പറഞ്ഞതാണോ? എന്ത് അത് ലാസ്റ്റ് പറഞ്ഞാണോ? അല്ല, ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ഇനി എന്തൊക്കെ ക്യാരക്ടേഴ്സ് വരുന്നു. സോ ഹി ന്യൂ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു പ്ലേ ദിസ് ക്യാരക്ടർ. അപ്പൊ ഈ ഇൻസ്റ്റാൾമെന്റിൽ കാണിക്കണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദെൻ ഉണ്ടായി വന്നപ്പോൾ അതിനൊരു കറക്റ്റ് പ്ലേസ്മെന്റ് ഉള്ളത് കാരണം ഇറ്റ് ഫെൽറ്റ് ഓർഗാനിക്. DQ ഒരു സ്റ്റാർ ആയതുകൊണ്ടൊന്നും വെറുതെ ഓർഗാനിക് സ്പേസിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഇല്ലുണ്ട് സെറ്റ് ചെയ്ത പരിപാടിയാണ്. പക്ഷെ ഓരോ ലെയറായി ഇങ്ങനെ ഓരോ ആളുകളെ നമ്മൾ കണ്ട് ഇപ്പം നെക്സ്റ്റ് ആരാണ് ഈ വരുന്ന ഇത് ആരാണ് എന്നുള്ള ഒരു വെയിറ്റിംഗ് ഇല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ചാത്തന്മാർ വരും എന്ന് പറഞ്ഞ് വരുന്നതും നെക്സ്റ്റ് വരുന്നതും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഭയങ്കര രസമായിട്ട് ഇതിൽ ബ്ലെൻഡ് ആയില്ലേ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും. ചമന്റെയും അരിഞ്ചേട്ടന്റെയും ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് വേണം. അത് എങ്ങനെ ഇത് സ്ക്രീൻ പ്ലേ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജിക് ആയിട്ടാണല്ലോ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഐ തിങ്ക് ഡൊമിനിക് ഇസ് എ വെരി കമേഴ്ഷ്യൽ ഫിൽം മേക്കർ അറ്റ് ഹാർട്ട്. എന്ന് പറഞ്ഞാൽ എന്റർടൈനേഴ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഫിൽം മേക്കറാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ എലമെന്റ്സ് ആഡ് ചെയ്യണമെന്ന് നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ചമൻ വന്ന് സജസ്റ്റ് ചെയ്തു കുറച്ചും കൂടെ ക്യാമിയോസ് ആഡ് ചെയ്താൽ ഈ ലോകം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നു. അങ്ങനെ കുറച്ചും കൂടെ ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് ക്യാമിയോസ് ചെയ്യിപ്പിച്ചതാണ്. കാസ്റ്റിംഗിൽ ഏറ്റവും ബുദ്ധിമുട്ടിയ ടെൻഷൻ അടിച്ച കാസ്റ്റിംഗ് ഏതാ? എല്ലാത്തിനും ടെൻഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ ആ ദുർഗയുടെ അതെ ഈ സ്ക്രിപ്റ്റ് പ്രകാരം സ്ക്രീൻ ഏജ് ഒരു 7, 8 ആ ഏജ് കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഫൈറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ ഇതിന്റെ എങ്ങനെ ഔട്ട് വന്നു എന്നുള്ളത്. അപ്പൊ അതൊരു ടാസ്ക് ആയിരുന്നു. ഇത് വർക്കൗട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഈ പരിപാടി കൊണ്ട് നിർത്തുകയാണ്. അപ്പം അത് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ പരിപാടി മൊത്തം പൊളിയും. അത് കിട്ടാനാണ് നമ്മൾ ഓഡീഷൻ ടൈമിൽ ഭീകരമായിട്ട് പണിയെടുക്കേണ്ടി വന്നൊരു ക്യാരക്ടർ. ബാക്കി എല്ലാത്തിനും നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ട്, ഇതിന് വഴിയില്ല. ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഈ പരിപാടി നിൽക്കുകയില്ല. അതായിരുന്നു കുറച്ച് പണിപ്പെട്ടൊരു 15 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അതും പുറത്തുനിന്ന് ചെന്നൈയിൽ നിന്നൊക്കെ ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചെന്നൈ, മുംബൈയിലുള്ള ഒരു കുട്ടീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാർഷൽ ആർട്സ് അറിയുന്നത്. ചന്ദ്രയുടെ ഒരു ലുക്ക് ഉണ്ടല്ലോ, അപ്പൊ വാമ്പയർ എന്നുള്ളതായിരിക്കും റെഡ് ആൻഡ് ബ്ലാക്ക് എന്നുള്ളത് ചൂസ് ചെയ്തത് അല്ലേ? അതുപോലെ ലെൻസ് അത് ഭയങ്കര നൈസായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ലെൻസ് യൂസ് ചെയ്യുന്നത്. അതിപ്പോ മേക്കപ്പ് ടീം ആണെങ്കിലും റോണിക്സ് ദേവിയ ആണ് മേക്കപ്പ് ചെയ്തത്. പിന്നെ കോസ്റ്റ്യൂം ടീം ആണെങ്കിലും അവർക്കൊക്കെ കൃത്യമായ റെഫറൻസസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം മുതൽ ഡൊമിനിക് ഇത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു യക്ഷി കഥ എന്നുള്ളത് ഒരു urban സ്പേസിൽ നടക്കുന്നതായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതനുസരിച്ചുള്ള ലുക്കായിരുന്നു നിമിഷും ഡൊമിനിക്കും എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിരുന്നത്. അതായത് ഒരു ഗോത്ത് ലുക്ക്. അപ്പം ടിപ്പിക്കൽ പ്രസന്റേഷൻ ഓഫ് യക്ഷി അല്ലാതെ ഒരു കണ്ടംപററി വേൾഡിൽ താമസിക്കുന്ന യക്ഷി എന്തായിരിക്കും അവരുടെ അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാ ടീമും അങ്ങനെ വർക്ക് ചെയ്തിട്ട് കറക്റ്റ് മെറ്റീരിയൽ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ കല്യാണിക്ക് ലുക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ലുക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഇറ്റ് വാസ് റിയലി ലൈക്ക് കൺവിൻസിങ്. റെഡ് സ്ട്രീക്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് അപ്പിയറൻസ് ആയിരുന്നു. കല്യാണി അങ്ങനെ ഇതുവരെ വേറൊരു സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓവറോൾ എല്ലാ ടീമും മീറ്റ്സും ഇങ്ങനെ അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന് നമ്മളുടെ ഐഡിയയെ
ഇച്ചിരി കൂടെ ബെറ്റർ ആക്കി സ്ക്രീനിൽ എത്തിച്ചു. നൈജിലിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു നിങ്ങളുടെ ആ പാട്ടിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര വിസിബിൾ ആണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ടീം? വളരെ ഫ്രഷ് ആണ് ഈ ഒരു 3 പേര്. ചന്തുവായിട്ട് ഞാനിപ്പോൾ പല ഇൻ്റർവ്യൂസും പറഞ്ഞു 3-3.5 വർഷം ഇപ്പോൾ ചന്തുവിനോട് ജേണി. അപ്പം ഞാൻ മഞ്ഞുമല കഴിഞ്ഞ് ചെയ്ത സിനിമ ഇതാണ്. ഞാൻ 1.5 വർഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ചന്തുവായിട്ട് ഞാൻ സെറ്റാണ്. നസ്ലിനെ ആണെങ്കിലും ഞാൻ ജിംഖാനയുടെ സെറ്റ് വെച്ച് കണ്ട് പരിചയപ്പെട്ടതേ ഉള്ളൂ. ഒരു പ്രാവശ്യം പോയി ചുമ്മാ സെറ്റിൽ പോയപ്പോൾ പക്ഷെ ഞങ്ങൾ ഇൻസ്റ്റൻ്റ്ലി ക്ലിക്കായി. ഞങ്ങളെല്ലാം കൂടെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഡൊമിനിക് അരുൺചേട്ടൻ ഭയങ്കര ഒരു കംഫർട്ടബിൾ ഡയറക്ടറാണ്. ഭയങ്കര രസമാണ്. പല ഇൻ്റർവ്യൂസ് ചന്തു ആണെങ്കിലും നസ്ലിനാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഈസിയായിരുന്നു സെറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്താ പറയുക വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പാട്ടിലും മൊത്തം സിനിമ. ബാംഗ്ലൂർ പോർഷനൊക്കെ ഭയങ്കര രസമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ. ഇച്ചിരി ഹെക്ടിക് ആയിരുന്നു, നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്താൽ ഷൂട്ട് ചെയ്തത്. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും നൈജിലായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല? കുര്യനെയോ? അതല്ലേ കുര്യൻ ചെയ്തേ? അതല്ലേ ആദ്യം മറ്റേ നോബഡിയാന്നല്ലേ പറഞ്ഞേ? അത് നമ്മളിങ്ങനെ എന്താ പറയാ, അല്ല, കുര്യൻ ഇതേപോലത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. അത് പേഴ്സണലി കുര്യനെ അറിയാവുന്നതുകൊണ്ട് കുര്യൻ ആക്ച്വലി ഇതിനകത്ത് അല്ലാതെ പടങ്ങളിലൊക്കെ കുറച്ച് സീരിയസ് പരിപാടി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തു. കുര്യൻ്റെ ഒരു ഫൺ സൈഡുണ്ട്. അത് വേറെ പടത്തിലൊന്നും അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് കുര്യൻ എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആ ഡിസ്കഷനിൽ അത് കുര്യൻ ചെയ്താൽ കുറച്ചും കൂടി വേറെ രീതിയിൽ അത് വരും എന്നുള്ള ഇതിലേക്ക് എത്തിയത്. പിന്നെ ഞാൻ ഈ സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ട് പുറത്തുള്ള സിനിമാക്കാരുടെ വിചാരം ഞാൻ അങ്ങനെയാണ് ലൈഫിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്ത ടൈപ്പ് കാസ്റ്റ് പോലെ. ഞാൻ കുറ്റപ്പെടുത്തുക ആരും അങ്ങനെയൊന്നുമില്ല. ഐ എം ഗ്രേറ്റ്ഫുൾ ഓഫ് ദ വർക്ക് ഐ ഗോട്ട്. പക്ഷെ എനിക്കൊന്ന് ബ്രേക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനും ശാന്തിബിയും ഡൊമിനിക് ഞങ്ങളെല്ലാം കൂടെ 2019 മീനവിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് സീരീസ് ചെറിയ അർച്ചനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ അന്ന് പോലെ ഉള്ളൊരു റിലേഷൻ. അപ്പോൾ അവർക്കറിയാം എൻ്റെ ഒരു വേറെ സൈഡ്. പിന്നെ ഞാൻ വിത്തൗട്ട് ക്യാമറ അല്ലെങ്കിൽ സിനിമ ഞാൻ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവർ. ഓഫ് കോഴ്സ് ഇവർക്ക് എന്നെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് അവർക്ക് നൈജിലിന്റെ കള്ളത്തരം കുര്യന് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ആ പാട്ട് വന്നപ്പോഴേ അതിൻ്റെ അകത്ത് നമ്മുടെ ഗണ്ണ് യൂസ് ചെയ്യുമ്പോഴൊക്കെ കമന്റുകൾ വരാൻ തുടങ്ങി. ഓ ചന്ദ്രയായിട്ടുള്ള ചന്ദ്രയുടെ ഒരു എക്സിന്റെ കണക്ഷൻ നിങ്ങൾ ബ്രില്യൻസ് ആയിട്ട് ഡൊമിനിക് ബ്രില്യൻസ് ആയിക്കൊണ്ടുവന്നു. അതെല്ലാം ഇന്റൻഷനൽ ആയിട്ട് തന്നെയാണ്. അത് ഇങ്ങനെ ഫീഡ് ചെയ്ത് പോയതാണ്. ബിക്കോസ് പിന്നെ ഒരു പേ ഓഫ് ഉണ്ടല്ലോ. ആ ഓരോ ഷോട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു കണക്ഷൻ അത് സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. നസ്ലന്റെ ക്യാരക്ടറും ഇതുപോലെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് നസ്ലിലേക്ക് തന്നെ എത്തി. പല ഓപ്ഷൻസും നസ്ലിനും ഉണ്ടായിരുന്നു, ചന്ദൂനും ഉണ്ടായിരുന്നു, നൈജിലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ പേരും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബൗൺസ് ചെയ്ത് വന്ന് പ്ലസ് ആൻഡ് മൈനസ് എല്ലാം മാറി. ഇൻഫാക്ട് പൂജ കഴിഞ്ഞിട്ടാണ് എല്ലാവരും ലോക്കായി. നസ്ലിൻ ഉണ്ടായിരുന്നു, ചന്തു എനിക്ക് ഡിസ്കഷനിലായിരുന്നു. പക്ഷെ പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരും കൺഫേം ആയി. കുറെ കാസ്റ്റും കൺഫേം ആയി. ചന്തു പറഞ്ഞു വാഴ ഈ സിനിമ കണ്ടുവരുമ്പോ വിവേകേട്ടൻ അങ്ങനെയാണ് യൂട്യൂബ് തുറന്നാലേ ആ കഥ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാശ് കൊടുത്ത് പറയിപ്പിച്ചാന്ന്. അതെനിക്ക് തോന്നിയിട്ട് എനിക്കൊരു സംശയമുള്ള കാര്യത്തിൽ. അല്ല, അതിന്റെ എന്റെ സൈഡ് ഉണ്ടല്ലേ. അത് ചന്തു പറഞ്ഞത് അങ്ങനെ ഹായ് കണ്ട് പറഞ്ഞു പോയെന്നാണല്ലോ. എൻ്റെ ഇതിൽ നമ്മൾ ഈ ഡിസ്കഷൻ നടക്കുകയാണ്. ഇത് ആരെ വെക്കും എന്നുള്ള ഓപ്ഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചന്തു അവിടെ വെച്ച് കണ്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പിന്നെ മോനെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചന്തുവിൻ്റെ കണ്ണും ആ റിയാക്ഷനൊക്കെ കണ്ടപ്പോൾ പെട്ടത് ഇത് കൊള്ളാലോ, അങ്ങനെയാണ് വേണു പരിഗണിച്ചാലോ എന്നിങ്ങനെ. ഈ വേണുവിന്റെ ചില സീൻസിൽ സലീമേട്ടന് നമുക്കിങ്ങനെ അടിക്കുമായിരുന്നു. അപ്പൊ അത് തിയേറ്ററിലെ ചിരി നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഫീൽ ചെയ്തു. ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോഴും പൂര ചിരിയായിരുന്നു. ഞങ്ങളെല്ലാം, ഞാനും ഡൊമിനിക് ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു ബിഹൈൻഡ് ദ ക്യാമറ. ഇവൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് എപ്പോൾ ഞങ്ങളെല്ലാം പൂര ചിരിയായിരുന്നു. ഞങ്ങൾ ഇവന്റെ ഈ സൈഡ് കണ്ടില്ല. ഐ മീൻ ആസ് ഫ്രണ്ട്സ് നമ്മൾ കാണും, പക്ഷെ ഇവനെ അഭിനയിച്ച് കണ്ടിട്ടില്ല. അപ്പൊ പക്ക ഹായ് തരം ശരിക്കും ഞങ്ങള് പൂര ഐ മീൻ അരിഞ്ചേട്ടൻ ചിരിയോട് ചിരിയായിരുന്നു. നിമിഷാണേലും എല്ലാവരും ചിരിയോട് ചിരിയായിരുന്നു. നാച്ചുറലി സലീമേട്ടന്റെ ട്രെയ്റ്റ്സ് വരുന്നത് കാണുമ്പോൾ ജനറ്റിക്സ് വളർന്നതും ഈ ഒരു നമ്മൾ കാണുന്ന ട്രെയ്റ്റ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമല്ലോ. പക്ഷെ അതിലും ഐ തിങ്ക് ആസ് എ മേക്കർ ആൻഡ് ആസ് എ ഡയറക്ടർ ഡൊമിനിക് പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എവിടെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ക്ലാരിറ്റി ഉള്ള ആളാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു റീകോൾ വിത്ത് സൽമേട്ടൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് ലാൻഡ് ചെയ്യില്ല. പക്ഷെ എവിടെയാണ് അത് ലാൻഡ് ചെയ്യാന്ന് കറക്റ്റായിട്ട്
സോ ചില സ്ഥലങ്ങളിൽ ചന്തുവിൻ്റെതായ രീതിയും ചില സ്ഥലങ്ങളിൽ ഈ ഒരു ഐക്കോണിക് ആക്ടറിന്റെ ഡെലിവറിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ഓൺ സെറ്റ് ജനറലി ആക്ടേഴ്സ് ഫീൽ കംഫർട്ടബിൾ വിത്ത് ഡൊമിനിക്, കാരണം യു ആർ ഇൻ സേഫ് ഹാൻഡ്സ് എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. അപ്പം നമ്മളുടെ ഒരു ബാഡ് ഷോട്ട് ഒരിക്കലും ഓക്കെ പറഞ്ഞ് വിടില്ല. അപ്പോൾ ഐ തിങ്ക് പെർഫോമൻസിൽ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആണല്ലോ. ഈ കിളിയെ പാട്ടില് ഇപ്പൊ നൈജിലും വേണുവും സണ്ണിയും ഇങ്ങനെ ക്രഷ് അടിച്ച് നിൽക്കുന്ന പോലെ ഇപ്പൊ എല്ലാവരും ആ പാട്ടിലെ ലുക്കിൽ ക്രഷ് അടിച്ച് നിൽക്കുവാണ്. എത്രയോ ഷെയറുകൾ ആ വൈറ്റ് ഡ്രസ്സിൽ വരുന്നത്, അതെങ്ങനെയാന്ന് പ്ലേസ് ചെയ്യുന്ന ആ ഒരു പാട്ടും ഇവരുടെ ഒരു പാർട്ടി മൂഡും? ബേസിക്കലി അതിലെ ലുക്ക് അവിടെ മാത്രമാണ് ആ യക്ഷി റെഫറൻസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു വൈറ്റ് ഔട്ട്ഫിറ്റിൽ ചന്ദ്ര വരുന്നതായിട്ട്, പക്ഷെ ഒരു മോഡേൺ, ഒരു urban മോഡേൺ യക്ഷി. ലോങ് ഹെയർ എന്നുള്ളത് നമ്മൾ എപ്പോഴും കല്യാങ്കാട്ട് നീലിയായി കണക്ട് ചെയ്ത ലോങ് ഹെയർ പറയുന്ന അത് അങ്ങനെ തന്നെ ആലോചിച്ചാണോ? സോ ഐ തിങ്ക് ഇനിഷ്യലി സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് 4-5 years ago ഗോത്ത് ലുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോർട്ട് ഹെയർ ആയിട്ടായിരുന്നു. അപ്പൊ ഐ തിങ്ക് കല്യാണി റിക്വസ്റ്റഡ് ഇതിൽ ലോങ് ഹെയർ തന്നെ പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ ദെൻ ഡൊമിനിക് വാസ് ലൈക്ക് യാ വി ക്യാൻ ഡു ഇറ്റ്. അങ്ങനെയാണ് പിന്നെ ആ സ്ട്രീക്സിലേക്ക് ഡിസൈൻ എത്തിയത്. അപ്പോൾ there was a back and forth between the actor and maker also in deciding the look. പ്രൊട്ടഗണിസ്റ്റ് ആയ ഒരു യക്ഷിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമുക്കിപ്പോ ഇപ്പൊ ആലോചിക്കുമ്പോഴും പേടിയല്ലല്ലോ ആ ഒരു ക്യാരക്ടറിനോട്. അതെ അതെ അതെ, അല്ല കള്ളിയങ്കാട്ട് നീലിയോടുള്ള പേടിയും പോയി കിട്ടി. അതെ, ഇപ്പൊ എല്ലാവർക്കും കള്ളിയങ്കാട്ട് നീലിയോട് ക്രഷാണ് ഇപ്പൊ എല്ലാവർക്കും. നീ അതേപോലെയാണ് നമ്മൾ സുകന്യ മാമിനെയും കത്തനാർ, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പുള്ളിയെ അല്ലേ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ കത്തനാർ സണ്ണിച്ചം വന്നപ്പോ പെട്ടെന്ന് അതും ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കത്തനാർ ലുക്ക്. പുള്ളിയെ ഫിക്സ് ചെയ്യുന്നതോ? അതും ഷൂട്ടിന്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസം നമ്മൾ വേറൊരു പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് ഒരു 2-3 days മുന്നേ സെറ്റ് ആയതാണ്. ഓപ്ഷൻ ഇങ്ങനെ ആലോചിച്ച് പിന്നെ ലാസ്റ്റ് വന്ന ഡിസ്കഷനിലാണ് അത് ഫിക്സ് ചെയ്തത്. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ആലോചന തന്നെയായിരുന്നു. വേറെ പ്ലാൻ ഉണ്ടായിരുന്നു, ബട്ട് ആ പ്ലാൻ മാറ്റി ഈ പ്ലാനിലേക്ക് വന്നു. മൂത്തോൻ ഇനി നിങ്ങൾക്ക് റിവീൽ ചെയ്യാലോ. 2 ആഴ്ചയോ 3 ആഴ്ച മുന്നേ ആ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അല്ലേ, ആ വടി പിടിച്ചിരിക്കുന്നതിലും ഇതിലൊക്കെ. ഇപ്പം നിങ്ങൾ എന്തായാലും റിവീൽ ചെയ്തു മമ്മൂക്കയാണെന്നുള്ളത്. മമ്മൂക്കനെ എങ്ങനെയാ അപ്രോച്ച് ചെയ്യുന്നത് മൂത്തോൻ ചെയ്യാൻ? ബേസിക്കലി മമ്മൂട്ടി സാർ ഈ പ്രോജക്റ്റിന്റെ തുടക്കം മുതൽ ഇതിന്റെ എല്ലാ വിവരങ്ങളും താല്പര്യം കാണിച്ചിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സെറ്റിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹീസ് ഓൾവേസ് ബീൻ എ വെൽ വിഷർ ഓഫ് ദ ടീം. അപ്പോൾ ഈ സിനിമ അങ്ങനെ ഒരു ക്യാരക്ടർ നേരത്തെ ഉണ്ട്, മൂത്തോൻ എന്നുള്ളൊരു ക്യാരക്ടർ നേരത്തെ ഉണ്ട്. ബട്ട് ഈ സിനിമയിൽ നമ്മൾ എത്ര കാണിക്കുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അധികം നമ്മൾ ആ പോർഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഒരു സീനിലേക്ക് മാത്രം വിളിക്കുന്നത്, ഐ മീൻ വി ഓൾ ഹാഡ് യുനോ അത് വി ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് ഫാർ. പക്ഷേ ഇത് സിനിമ ഉണ്ടായി വരുമ്പോഴത്തേക്കും വാട്ട് വി റിയലൈസ് ഇസ് ദാറ്റ് ഹീ ഈസ് റിയലി ലൈക്കിംഗ് വാട്ട് വി ആർ മേക്കിംഗ്. അപ്പോൾ ഹീ വാസ് വെരി ജനറസ് ദാറ്റ് ഹീ ഓഫേർഡ് ഹിസ് സപ്പോർട്ട്. അപ്പോൾ സിനിമയിൽ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ മൂത്തോന്റെ കേൾക്കുന്നത്, പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അതാണ് ആരാണെന്ന്. അപ്പോൾ അതൊരു എലവേഷൻ മൊമെന്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് സോ നൈസ് ദാറ്റ് ഹി അഗ്രീഡ് ടു ഡു ദാറ്റ് ഫോർ ദ ഫിലിം. പുള്ളിയാണോ പറഞ്ഞ ഞാൻ ചെയ്യാമെന്ന് ലൈക്ക് യുനോ ഹി ഓഫേർഡ് ടു ഡു ഇറ്റ്. അപ്പോൾ ദാറ്റ് വാസ് ലൈക്ക് ആസ് എ ടീം നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലും അപ്പുറമുള്ളൊരു യുനോ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പം പിന്നെ അത് പുള്ളി ഇന്നായതിനു ശേഷം സ്ക്രിപ്റ്റ് റീഡിസൈൻ ചെയ്തിരുന്നോ? ഇല്ല, ആ ക്യാരക്ടർ ആദ്യമേ നമ്മൾ അത്ര തന്നെയുള്ളൂ, നമ്മൾ കാണുന്നത് തന്നെയുള്ളൂ. അതെ. അപ്പോൾ ഈ പോർഷന്റെ ദ ഫോക്കസ് ഇസ് ഓൺ ചന്ദ്ര. അപ്പൊ ഇനിയും ക്യാരക്ടേഴ്സ് ഇവോൾവ് ആയി ഇനിയും കാണാനുണ്ട്, വേറെ ക്യാരക്ടേഴ്സ് വരാനുണ്ട്. അപ്പോൾ ഇതിന്റെ ആ ടൈറ്റിൽ സീക്വൻസിൽ കാണിക്കുന്ന കുറെ എലിമെന്റ്സ് ഓൾറെഡി ആൾക്കാർ ഡീകോഡൊക്കെ ചെയ്തു. അപ്പോൾ അതെല്ലാം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആക്ടറും കൂടെ ഓൺ ബോർഡ് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് എക്സൈറ്റിംഗ് ഫോർ അസ് ഓൾസോ ആൻഡ് ഫോർ ദി ഓഡിയൻസ് ഓൾസോ. ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ച ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ ടെൻഷൻ അടിച്ച സീൻ എന്താ ഇതിൽ? ഏത് പോർഷനാണ്? ഞങ്ങള് ക്ലൈമാക്സ് ആണ്, നിങ്ങൾ അതിൻ്റെ അകത്ത് പെട്ടതൊക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് എന്തായിരിക്കും? ഇവളുടെ റിവീലിംഗ് കണ്ടിട്ട് ഞാൻ തലകറങ്ങി വീഴുന്ന കാരണം എനിക്കിത് വായിക്കുമ്പോൾ മാൻ ഇത് പോളിസി ഇത് ക്രാക്ക് ചെയ്ത് പറ്റൂ. ഇത് വായിക്കുമ്പം എനിക്ക് പെട്ടെന്ന് എന്താ സജിനൊക്കെ ഇപ്പൊ രോമാഞ്ചത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഇമ്പാക്ട് വരണമെന്ന് എനിക്കറിയാം. ഇപ്പൊ ഏത് ആക്ടറും ഞാനാണെങ്കിലും ആരും ഇത് ഓഡിയൻസ് പെർസ്പെക്റ്റീവ് തിയേറ്ററിൽ ചിരിക്കണം എന്നുള്ളതാണ്
എൻ്റെ ഒരു എയിം. അത് ന്യൂ ഇയറിനാണ് ഷൂട്ട് ചെയ്തത്. ന്യൂ ഇയറിന് ചന്തു പല ഇന്റർവ്യൂ അവന് തൂക്കിയിട്ടു 12 മണിക്ക്. അവന്റെ സ്റ്റണ്ട് കഴിഞ്ഞ അടുത്ത സീൻ എൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ടെൻഷനുണ്ട്. ഇത് നമുക്ക് കോമഡി എന്താ പറയുക, നമ്മൾ പേർപ്പസ്ഫുള്ളി ഒരു കോമിക് പരിപാടി പിടിച്ചാൽ അത് ഏക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അത് അറിഞ്ഞുകൊണ്ട് അപ്പം ഡൊമിനിക് അരിഞ്ഞേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട്, എടാ ഒരു സാധനമുണ്ട്, അതല്ല ഞാൻ കൊടുത്തത്. പലതവണ അത് ട്രൈ ചെയ്തു, പക്ഷെ അത് ഓർഗാനിക്കലി വന്നില്ല. അവസാനം എനിക്കറിയില്ല എന്തൊരു മാജിക് സംഭവിച്ചിട്ടാ മറ്റേ സംഭവം ഞാൻ ഇപ്പൊ സിനിമ കാണുന്നത്. ഓ, അത് തിയേറ്ററിൽ ഉണ്ടാക്കിയ ചിരി, അത് നമുക്ക് ഞാനും കുറച്ച് മേടിച്ചു, പക്ഷെ അതിനൊപ്പം ചിരിക്കുകയും ചെയ്തു. അത് ഷൂട്ട് ചെയ്യുമ്പോഴും അന്ന് ലേറ്റ് ആയിട്ട് എന്തോ ആണ് ഞാൻ എത്തിയത്. എന്നിട്ട് കുര്യൻ അവിടെ വന്നിട്ട് ഓർമ്മയുണ്ടോ, കുര്യൻ ഇത് വർക്കൗട്ട് ആയെന്ന് സംശയമുണ്ട്, ആ സ്പോട്ട് എഡിറ്റിനെ വിളിച്ചിട്ട് നീ അതൊന്ന് കണ്ടു ഇട്ട് കാണിച്ചിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാറ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിരിച്ചു, അപ്പൊ തന്നെ ചിരിച്ചു. ഞാൻ ഓക്കെ സെറ്റാണ് പരിപാടി. ഡബിങ്ങിന്റെ സമയത്തും കുര്യൻ ഇത് തന്നെ, ഇത് ഇവനോട് പല കാര്യങ്ങളും ചോദിക്കുന്ന ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. ബാക്കിയുള്ളവർ സെറ്റിലിങ്ങനെ ഇവൻ ഇടയ്ക്ക് വരും, കാസ്റ്റിംഗ് ഇവൻ മിക്കപ്പോഴും സെറ്റ് വരും, എന്നാലും ബാക്കിയുള്ളവർ മറ്റേ വേറെ കാര്യങ്ങളൊക്കെ ബിസി ആയിരിക്കും. പക്ഷെ ഇവനോട് ഒരു അഭിപ്രായം ചോദിക്കും, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ. ഡോക്ടർമാരൊക്കെ പ്രിസ്ക്രൈബ് വേറൊരു ഡോക്ടറെ കൂടെ കാണാലോ. സാന്റി മാസ്റ്റർ എടുത്തു പറയണം, കാരണം ലിയോ കണ്ടിട്ടാണോ പുള്ളി ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ലിയോയിലെ ഫേസ് ആണോ മനസ്സിൽ വന്നത്, അതോ അതല്ല? അത് ഈ പറഞ്ഞ പോലെ വേറൊരു ആക്ടറായിരുന്നു പ്ലാൻ ചെയ്തത്, അതിൽ നിന്ന് മാറി ഇങ്ങനെ അതെല്ലാ സിനിമയിലും സംഭവിക്കുന്നതാണല്ലോ, പ്ലാൻ ചെയ്ത ഡേറ്റ്സ് അതൊക്കെ വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് പരിപാടികൾ നോക്കി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വില്ലൻ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളിങ്ങനെ വലിയ ആചാരബാഹു അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര വൈൽഡായിട്ടുള്ള അതും വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അത് മൈൻഡിലുണ്ട്. പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ സാന്റി മാസ്റ്ററിൻ്റെ ഒരു റീല് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ പെട്ടെന്ന് കയറി വന്നത്. അത്യാവശ്യം ഫൈറ്റും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. അപ്പോൾ പുള്ളി തലകുത്തി മറിയാൻ പുള്ളി എന്തോ പ്രാക്ടീസ് എന്താണെന്നോ ഞാൻ മറന്നുപോയി, എന്തോ പ്രാക്ടീസ് ചെയ്യുന്നൊരു യൂട്യൂബ് വീഡിയോ കയറി വന്നത്. ഞാൻ അപ്പം തന്നെ ഡൊമിനിക്കിനെ അയച്ചായിരുന്നു പുള്ളി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോഴാണ് ഡൊമിനിക്കും പുള്ളിനൊന്ന് സംസാരിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എത്തുന്നത്. അങ്ങേര് ഫ്രഷ് കൺവേർട്ട് ആണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പേടിയുണ്ട്. പിന്നെ ആ ഒരു പല്ല് പോയിട്ട് പല്ല് വരുന്ന സീനൊക്കെ അതിലൊക്കെ ശരിക്കൊരു ഗൂസ് ബംസ് വരിക എന്നൊക്കെ പറയുന്നത് അവിടെയാണ്. ഇനി എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഈ പല്ല് എന്നുള്ളതിനെ എങ്ങനെയാ, അത് നമ്മുടെ പഴയ ഒരു പരിപാടിയാണ്, പക്ഷെ ഇവിടെ വേറെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ കൺവേർട്ട് ചെയ്യുന്നതിനൊക്കെ കഥകൾ നിങ്ങളൊരു സയന്റിഫിക് സൈഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ പ്രേക്ഷകന് പറഞ്ഞു തരികയാണ്. ബേസിക്കലി ഈ വാമ്പയർ മിത്സിലൊക്കെ നമ്മൾ സിനിമയിലും കാണുന്ന ഇത് തന്നെയാണ് യക്ഷികൾക്കും ഉള്ള പല്ല് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഒരു ഫണ്ണി സ്പേസിലേക്ക് അത് പോകാനും പാടില്ല. കാരണം നമ്മൾ ആക്ച്വലി അങ്ങനത്തെ കുറെ കോണ്ടന്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ട് നമ്മൾ കുറെ നാളെ, സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാൻ റോണിക്സ് ചേട്ടനും പിന്നെ ഒരു ഡെന്റിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ജിജു പോൾ എന്ന് പറഞ്ഞ ഡോക്ടറും കൂടെ അവരാണ് അതിൻ്റെ ഇത് സെറ്റ് ചെയ്തത് പല്ല് വെച്ചിട്ട്. അപ്പോൾ കല്യാണിയുടെ പല്ലിനാണെങ്കിലും ഇവർ കുറച്ച് ഓപ്ഷൻസ് വെച്ചിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ആ ക്യാരക്ടറിന്റെ ആ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ശരിക്കും പേടി വരണം. ആൻഡ് സാന്റി മാസ്റ്ററിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര പവർഫുൾ കണ്ണുകളും പുരികവും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ശരിക്കും ഒരു വില്ലൻ ചിരിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് റിയലി സ്കേറി. കാരണം ചന്ദ്ര പല്ല് വെച്ച് ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്, പക്ഷെ സാന്റി മാസ്റ്റർ പല്ല് വെച്ച് ചിരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇറ്റ്സ് റിയലി സ്കേറി. അപ്പോൾ അത് ഐ തിങ്ക് കാസ്റ്റിങ്ങും മേക്കപ്പും ആക്ടറും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വന്ന് കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഫ്രം പോലീസ്മെൻ ടു വാമ്പയറിക് വില്ലൻ. ഇപ്പൊ ചാത്തന്മാരെ പറ്റി വരാത്ത റീലില്ല, എല്ലാവരും പഴയ മിത്തൊക്കെ എടുത്തിട്ട് 390 കണക്കൊക്കെ പറയുന്നുണ്ട്. അതെ, ഡീകോഡിങ് നടക്കുന്നു. 389 ഇനി നിങ്ങൾ കൊണ്ടുവരുമോ? നമുക്ക് പ്ലാൻ ഉണ്ട്. ഞാൻ അത്രയും കാസ്റ്റ് ചെയ്യും, അത് വേറെ കാര്യം. പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഡിസ്കസ്, ഐ മീൻ കഥയ്ക്ക് ഒരു പ്രോഗ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാലോ എങ്ങനെയാണ് ഈ അടുത്ത പാർട്സ് വരാൻ പോകുന്നത്. പക്ഷെ അതിലുള്ള സ്പെസിഫിക് എലിമെന്റ്സിന്റെ ഡിസ്കഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ്. സിനിമ ആൾക്കാർ സ്വീകരിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെ നമ്മൾ ബാക്ക് ടു ദ ബേസിക്സ് ആണ്. അതായത് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതിയാലേ ഇനിയുള്ള സിനിമ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ക്രീൻ പ്ലേ ഫോർമാറ്റിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇത് സ്റ്റോറി റെഡി അല്ലേ ഇപ്പൊ ഇത്രയും പാട്ടുകളുടെ? ഓവർ ആർച്ചിങ് നാരറ്റീവ് ഓക്കെ റെഡിയാണ്. പക്ഷെ അതിൽ ഓരോ പാർട്ടിൽ എത്രയൊക്കെ വരും എന്നുള്ളത് ഫുള്ളി ചാർട്ട് ഔട്ട് ചെയ്തിട്ടില്ല.
പക്ഷെ എങ്ങോട്ടാണ് കഥ പോകുന്നതെന്ന് ഫുൾ പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിച്ച് ചെയ്തത് തന്നെ. അപ്പോൾ ഫ്രാഞ്ചൈസ് ആകുമ്പോൾ ബേസിക്കലി ക്ലാരിറ്റി കൊടുക്കണമല്ലോ എങ്ങനെയായിരിക്കും. എല്ലാവരും പറയുന്നുണ്ട് എല്ലാ ഓണത്തിനും ഓരോന്ന് ഇറക്കണം. ഈ ചാത്തനുണ്ടല്ലോ, ഈ ഫണ്ണി ആയിട്ടുള്ള പൂവൊക്കെ മാജിക് ഒക്കെ കാണിക്കുന്ന രസമുള്ള ഈ ടെൻഷന്റെ ഇടയിൽ ഒരു സമാധാനം തന്ന ചാത്തൻ. അതും ചോദിക്കാം, ടൊവിനോന്റെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ടൊവിനോ ഡൊമിനിക് ആയിട്ട് നേരത്തെ നിങ്ങൾ തന്നെ പണ്ട് ഒന്നിച്ച് താമസിച്ച ആളുകളല്ലേ? ഞാൻ ടൊവിനോ ആയിട്ട് ഒരു പടം ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ഡൊമിനിക്കിന്റെ ഫസ്റ്റ് മൂവി ടൊവിനോ ആയിരുന്നു നായകനും. അതെ. അപ്പോൾ അന്ന് മുതൽ ഡൊമിനിക്ക് പിന്നെയും പടം ചെയ്യാനായിട്ട് ഇത്രയും സമയം എടുത്തു. അപ്പോൾ ടൊവിനോയ്ക്കും ആഗ്രഹമുണ്ട്. ഡൊമിനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഡൊമിനിക്കിൻ്റെ ഒരു മരുന്നുണ്ട്, അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അടിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ടൊവിനോയ്ക്കും അറിയാം ഡൊമിനിക്ക് അടുത്ത പടം ചെയ്യണം എന്ന് നന്നായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളുമാണ്, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്ന ആളുമാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ കൂടെ ഓൾറെഡി ഉണ്ട്. ഡൊമിനിക്ക് എന്ത് ചെയ്താലും കൂടെ നിൽക്കാനായിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിട്ട് പുള്ളി ഉണ്ട്. ഇതൊക്കെ അങ്ങനെ നടന്ന സംഭവങ്ങളാണ്. ഭയങ്കര രസമായിരുന്നു ആ ക്യാരക്ടർ. കാരണം കൂടുതലും ഈ ടീം സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട്ഷിപ്പ് പരിപാടി, അത് കുറച്ച് ഭീകരമായിട്ട് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും ഞാൻ നേരത്തെ മുതലുള്ളത് കൊണ്ട് നമുക്ക് നേരത്തെ മുതൽ ഇതിന്റെ കാര്യങ്ങൾ അറിയാം, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അറിയാവുന്നത് കൊണ്ടും എല്ലാവരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതൊക്കെ അറിയാവുന്നത് കൊണ്ട് അതൊക്കെ സിനിമയ്ക്ക് ഭീകരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഈ സ്ത്രീപക്ഷ സിനിമകൾക്ക് എന്തുകൊണ്ട് സ്ഥാനമില്ല എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ കണ്ടോ ലോകയാണ്, നിങ്ങൾ ഭയങ്കര വോക്കാവാതിരിക്കുക, അല്ലെങ്കിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയാൻ വേണ്ടി സിനിമ എടുക്കുമ്പോഴാണ് അത്തരം സിനിമകൾ ആള് കാണാത്ത, ഇങ്ങനത്തെ വെച്ചോളൂ എന്നൊക്കെ ഒപ്പീനിയൻസ് വരുന്നുണ്ട്. അതിനോട് പക്ഷേ യോജിക്കുന്നുണ്ടോ? എന്നാണ് എനിക്ക് തോന്നുന്നു കൾച്ചറലി നമ്മളുടെ മൈൻഡ് സെറ്റ് കുറെ മാറിയിട്ടുണ്ട്. അപ്പോൾ I think it's time to stop underestimating the audiences. Kalyani brought up this point in an interview and I really agree with her. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു പടം എടുത്താൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ they will embrace it. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇതൊരു റിസ്കി സബ്ജക്റ്റ് തന്നെയാണ്. അതും കൺവെൻഷണൽ വിസ്ഡം അനുസരിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്, ഒരു വുമൻ ലെഡ് ഫിലിമിന് ആൾക്കാർ കേറില്ല എന്നുള്ള. പക്ഷെ എന്റർടൈനിങ് ആയിട്ടൊരു സിനിമ, ഒരു കഥ പറഞ്ഞാൽ എല്ലാവർക്കും അത് സ്വീകാര്യമാവുന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത്. ഐ തിങ്ക് ആൻഡ് ദാറ്റ് ഹാസ് really given hope to a lot of filmmakers also to stay true to themselves. അങ്ങനത്തെ മെസ്സേജസ് വരുമ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത്. എനിക്ക് കുറേ സ്ത്രീകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവർ ഫിലിമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, റൈറ്റേഴ്സായിട്ടും മേക്കേഴ്സായിട്ടും ഒക്കെ. അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പോയി പിച്ച് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. കാരണം ഇതും വർക്ക് ആവുമെന്ന് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സിന് ഒരു എക്സാമ്പിൾ ആണല്ലോ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഓപ്പൺഡ് അപ്പ് a space that നമ്മൾ അതൊരിക്കലും പ്ലാൻ ചെയ്തതല്ല, പക്ഷെ because the audience embrace the film, I think it's going to open doors for more people. നസ്ലൻ അതുപോലെ കുറച്ച് മുമ്പാണ് നസ്ലൻ ചൂസ് ചെയ്യാവുന്ന പോലെ ഇങ്ങനെ കുറെ വിഷയങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ശാന്തി തന്നെ പറഞ്ഞിട്ടുള്ളത്, നസ്ലനാണ് ഒരു 10 വർഷം കഴിഞ്ഞ എനിക്ക് ഓർക്കുമ്പോൾ ഒരു നല്ല സിനിമ ചെയ്തു എന്ന് തോന്നണം എന്ന രീതിയിലാണ് ലോകം എടുക്കുന്നത് പറയുന്നത്. അത് ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. I think what he has done is also ഷോർട്ട് ടേം ഗെയിൻസ് നോക്കാതെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ്, കരിയർ ബിൽഡിങ്ങിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് എടുത്തത്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ ഇൻ ദ മേക്കിംഗ് ഉള്ളൊരു സോണിലിരിക്കുന്ന ഒരു മെയിൽ ആക്ടറിന് എപ്പോഴും അഡ്വൈസ് കിട്ടുക ഒരു മാസി ക്യാരക്ടർ പ്ലേ ചെയ്യാനായിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു സോഫ്റ്റ്വെയർ മെയിൽ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാനും ഒരു ഫീമെയിൽ ലെഡ് ഫിലിമിന്റെ ഭാഗമാവാനും എടുക്കുന്നത്, ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ സൈൻ ഓഫ് ഈ നമ്മളുടെ മൈൻഡ് സെറ്റ് ഇവോൾവ് ആവുന്നതിന്റെ, ലൈക്ക് ഓരോ ജനറേഷന്റെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഐ തിങ്ക് ആസ് ലോങ് ആസ് മേക്കേഴ്സ് and their collaborators work sincerely on a story that is entertaining, there is scope for it to do well. എനിക്കും പലർക്കും സംശയം തോന്നിയൊരു കാര്യം, അതായത് പിന്നെ വളരില്ല എന്നല്ലേ ചന്ദ്ര പറയുന്നത്, പക്ഷെ കുട്ടി വളർന്നില്ലേ? വളരില്ല എന്നല്ല, ഡെത്തിനെ തോപ്പിക്കാൻ പറ്റുന്ന എന്തോ ഉണ്ടെന്നാണ്. സോ ഇത് ഏജിങ് സ്ലോ ആയതാണ്, അങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഷീസ് ലിവ് ഫോർ സെഞ്ചുറീസ് ആൻഡ് ഒരു അഡൾട്ട് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് കാലം. സോ ആ ഏജിങ് പ്രോസസ്
ഇങ്ങനെ നമ്മളുടെ റേറ്റിലല്ല, ആക്സിലറേറ്റഡ് റേറ്റിലല്ല, അത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. അതാണ് ലവർ ഉണ്ടായിരുന്നതൊക്കെ സെഞ്ചുറീസ് എഗോ ആണെന്ന് അതെ അതെ പറയുന്നത്. അപ്പൊ സോ ഷീ ഈസ് ലിവ് ത്രൂ സെഞ്ചുറീസ് ആൻഡ് ഷീ കണ്ടിന്യൂസ് ടു. അതാണ് ഐഡിയ. മുമ്പ് ലോക്കേനെ പറ്റി ഇറങ്ങിയ സമയത്ത് ആരും നസ്ലൻ കല്യാണി കോംബോൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല. പക്ഷെ സ്റ്റേജിൽ അവരെ കാണാൻ തുടങ്ങിയപ്പോൾ ഓരോ നിങ്ങളുടെ ഫങ്ഷൻസ് കഴിഞ്ഞ് പടവും കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ കോംബോ എല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. പടം കൂടെ വർക്ക് ആയതുകൊണ്ടായിരിക്കും എല്ലാവരും കൊന്നേനെ. That's true. I mean, everything is a risk until it works. ജെന്യൂൻ ആയിട്ട് വന്നതാണ്. അത് ഞങ്ങൾ പടം റിലീസ് ചെയ്യുന്ന തലേദിവസം ഞാൻ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും ആങ്സൈറ്റി അടിച്ച് പണിപ്പാളിയായിരുന്നു. നാളെ റിലീസിന് തലേദിവസം 3 ഞങ്ങൾ 3:30 ഞങ്ങളെല്ലാം തമ്മിലത്ത് ടെൻഷനായിരുന്നു. എന്റെ ലൈഫിൽ ടെൻഷൻ എനിക്ക്. അതെ, ആക്ച്വലി അത് ഞാൻ പറയണം, ഈ പടം വർക്ക് ആവുന്ന ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ആള് വിവേകായിരുന്നു. നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോ വിവേകിന് നോക്കുമ്പോ വിവേക് ആ സമയത്ത് കുറച്ച് ബെറ്റ് എല്ലാം എടുത്തിരുന്നെങ്കിൽ ഐ തിങ്ക് ഹി വുഡ് ബി വെരി റിച്ച്. പക്ഷെ ഇവനെ മറ്റേ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഇത്രയും സംസാരം ഉണ്ടാവുമെന്ന് പറയുമ്പോ, കാരണം സാധാരണക്കാരായ മനുഷ്യർ എല്ലാവരുടെയും വാളുകളിൽ ഇതാ വരുന്നത്, എല്ലാവരുടെയും ഫീഡ് ഇതാ. അവര് ക്രിയേറ്റ് ചെയ്യാണ് ഡിഫറെന്റ് കണ്ടന്റുകൾ എന്നുള്ളത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമൊന്നുമല്ലല്ലോ, വളരെ കോമൺ മാൻ വരെ ദാറ്റ്സ് എക്സൈറ്റിംഗ്. കാരണം ഈ സിനിമ റിലീസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് മനസ്സിലായി നമ്മളുടെ അല്ല ഈ സിനിമ എനിമോർ, ഇറ്റ്സ് പീപ്പിൾസ് ഫിലിം ആയി മാറിയെന്ന്. കുറച്ചും കൂടെ താമസിച്ചു. എനിക്ക് കുറച്ചും കൂടെ താമസിച്ചു. അത് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ഹൈദരാബാദിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സ്നേഹം ഭയങ്കര കൂടുതൽ ഈ സിനിമയോടുള്ള. മറ്റേതുണ്ടായിരുന്നു ഈ ഇതിലെ കാസ്റ്റ്, ഇത് അവരുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഇവരുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അത് നമുക്കൊരു ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, ഇത് ആരോടെങ്കിലും പറയണോല്ലോ, ഇവരൊക്കെ ഞാൻ മറ്റേ ഇന്നസെന്റ് മറ്റേ ഇതുപോലെ കൂടെ ഉള്ള പെണ്ണാ കൺമൺ എനിക്ക് പറഞ്ഞല്ലോ. ഞാൻ ഏതെങ്കിലും മുട്ടക്കുന്നിന്റെ മേളിൽ പോയിട്ട് ഇവരുണ്ട് അവരുണ്ട്, ഞാൻ ഇത് പറയാതെ ഉള്ളിലൊതുക്കി എല്ലാരും ചോദിക്കും ഇതില് അതുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ എനിക്ക് പാപം ചെയ്യാത്തവർക്ക് കുറെ പേരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അല്ലെങ്കിൽ ആ പള്ളിയിലെ ഡയലോഗാണ്. ഇല്ല, പറ്റില്ല, ഇണയായും തുണയായും ജീവിക്കാൻ പറ്റില്ല. ഇനി ഈ കോംബോ കാണാൻ പറ്റുമോ? ഹോപ്പ്ഫുള്ളി. പക്ഷെ നല്ല ഫണ്ണാണ്. അല്ല, നെക്സ്റ്റ് പാർട്ടില് ഒരു റോള് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യട്ടെ ശാന്തിയുടെ. പിന്നല്ലോ കണ്ടില്ല, ഞാൻ മിസ്സാക്കിയ ലൈൻ കട്ട് എനിക്ക് ഓർമ്മ എവിടെ കണ്ടത് എനിക്ക് മറന്നുപോയല്ലോ. പറയാൻ എവിടെയായിരുന്നു ഞാൻ കിളി പറഞ്ഞു. സോറി, ഞാൻ മുഴുവൻ കണ്ട, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒന്ന് പറയോ? സോറി, എനിക്ക് ഞാൻ മറന്നു. ഞാൻ മറ്റേ ഏരിയ മുഴുവൻ ആലോചിച്ച് എനിക്ക് അന്നേനെ ഓർമ്മയുണ്ട്, വിശാഖിന് ഓർമ്മയുണ്ട്. സോങ് യൂട്യൂബിൽ വന്നേല അന്നേ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെ മറ്റേ പൂച്ച കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. പക്ഷേ ശാന്തി എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയുണ്ടാ? എനിക്ക് ഓർമ്മയില്ല. ഇത് വേണം തമ്മിൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആലോചിച്ചു, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ കാണും, എന്തായാലും കാണും. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ആലോചിച്ച് എന്റെ കിളി മാറിയിരിക്കുക. ഒന്നും പറയാനില്ല, അത് ഒരു ഒറ്റ ഷോട്ടേ ഉള്ളൂ. കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്കിപ്പോ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടതാ. ഞാൻ ആ ലാസ്റ്റ് സാധനവും കൂടെ കണ്ടിട്ടാ പോയെ. പക്ഷെ കാണുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ഇയർ നമുക്ക് വീണ്ടും, അല്ലെങ്കിൽ അടുത്ത ലോകയ്ക്ക് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യട്ടെ. നമുക്ക് വീണ്ടും കണ്ടുപിട്ടാൻ പറഞ്ഞതാ. വീണ്ടും നമുക്ക് ഒരു സക്സസിന്റെ ഭാഗമായി കണ്ടു. താങ്ക് യു സോ മച്ച്.